ശിവൻ സർവചരാചരങ്ങൾക്കും നന്മയും മംഗളവും പ്രദാനം ചെയ്യുന്നവൻ, യാതൊരു അശുദ്ധിയും ഇല്ലാത്തവൻ, നിർമ്മലമായ മനസ്സുള്ളവൻ. പിന്നെ ഒരർത്ഥവും കൂടിയുണ്ട്, സംഹാരത്തിന്റെ ദേവൻ. നീ എന്നെ കൊണ്ട് ആ വാക്കിന്റെ മഹത്വം പുറത്തെടുപ്പിക്കരുതേ. ഇവർക്ക് നിന്നെ തല്ലാൻ പേടിയായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ തല്ലാൻ ഒരു പേടിയുമില്ല. നിന്റെ കൈ ആശന്റെ നേരെ പൊങ്ങിയാ പപ്പ, നീ വെട്ടിട്ട വാഴ പോലെ ഇവിടെ കിടക്കേണ്ടി വരും. പിന്നെ പപ്പനെ പായല് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നീ തീരുമാനിക്കേ. ഇപ്പൊ ഞാൻ പോകേണ്, പക്ഷേ ഇനി ഞാൻ വരുന്നത് തുറക്കാരെയും കൊണ്ടായിരിക്കും. ഒന്നും മറക്കുന്നവനല്ല ഈ പപ്പ. ഞാനിനി വരുമ്പോ നീ ഇത് ഓർക്കുമെന്ന് എനിക്കറിയില്ല. ഇനി നിന്നെ ഈ ഏരിയ കണ്ടുപോകരുത്. പോടാ പോടാ. കമല, നിനക്ക് ഇത്രയൊക്കെ തന്റെ ഇടം ഉണ്ടായിരുന്നോ? പിന്നല്ലാതെ ഉണ്ടാവാതിരിക്കുവോ? പകുതി തന്റെ ഇടം വിഷ്ണുവാശന്റെ കയ്യിൽ നിന്ന് കിട്ടി, ബാക്കി പകുതി ശിവാശന്റെ കിട്ടി. വിഷ്ണു ശിവനും കൂടെ ചേർന്നപ്പോ ഞാൻ ആരായി? സാക്ഷാൽ അയ്യപ്പൻ. അയ്യപ്പനാ. എന്നാ പിന്നെ അയ്യപ്പ നമുക്ക് പോവാം. അല്ല ലീഡറെ, നമുക്ക് പോവാം. എന്നാ പിന്നെ ലീഡർ ചെല്ല്, എനിക്ക് ഇച്ചിരി കൂടി പണിയുണ്ട് ഇവിടെ. അച്ഛനെ മാപ്പ്. എന്താടാ? മാഡം വിളിച്ചായിരുന്നോ? അനു, ഞാൻ ഇന്നലെ ഒരു ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നില്ലേ? എന്റെ ഒരു ക്ലാസ്മേറ്റാ. അവളുടെ ഭർത്താവിന്റെ പേരിലാ ഇൻഷുറൻസ് തുക കിട്ടേണ്ടത്. 4-5 മാസം മുമ്പ് അവളുടെ ഭർത്താവ് മരിച്ചിരുന്നു. അതിപ്പോ അവർക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ അതിന്റെ പ്രാരംഭ നടപടികളെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാ. നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ. മാഡം, അത് ഞാൻ തിരക്കിയായിരുന്നു. ആദ്യം വേണ്ടത് ഡെത്ത് സർട്ടിഫിക്കറ്റാ, മറ്റൊന്ന് ഇൻഷുറൻസ് എടുത്തപ്പോ ലഭിച്ച രേഖ, പിന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ്. ഇത് അപകട മരണമൊന്നും അല്ലല്ലോ മാഡം? അല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ വിവരങ്ങൾ, FIRന്റെ കോപ്പി കൂടി വേണ്ടിവരും. ഓക്കെ അനു, ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞോളാം. ഇത് ഇന്ന് തന്നെ റവന്യൂ മിനിസ്റ്ററുടെ മുന്നിലെത്തണം. മന്ത്രിയുടെ സിഗ്നേച്ചർ കൂടി കിട്ടിയാലേ ഈ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ മാഡം. ശരി. അപ്പൊ വിഷ്ണുവേട്ടന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വഴി നോക്കണം. അതിനെന്താ മാർഗം?